ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ കാന്തല്ലൂരിലെ ശർക്കര ഫാക്ടറി കണ്ടതിന് ശേഷം അത് തിരിച്ചു വരുന്ന വഴി മറയൂരേക്ക് പോകുന്ന വഴി അടുത്തതായിട്ട് കാണാൻ വന്നത് ഈ പ്ലേസിലേക്കാണ്. ആനക്കോട്ടപ്പാറ പാർക്ക്, അങ്ങനെ ഒരു പ്ലേസ്. ഇവിടെ മുനിയറ, ഇവിടെയാണ് മുനിയറ ഉള്ളത്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 20 രൂപയാണ്. ഒരാൾക്ക് 10 രൂപ, 2 പേർക്ക് 20 രൂപ. അപ്പം അവിടെ ഒരു ചെറിയൊരു സ്റ്റോളൊക്കെ ഉണ്ട്, ഷോപ്പൊക്കെ ഉണ്ട്. അപ്പം അവിടെ കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് മുനിയറയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം മുനിയറയിലേക്ക് പോകുന്നതിന് ഇവിടുത്തെ കാര്യം ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി ചേട്ടൻ എനിക്ക് തന്ന സംഭവം എന്താണെന്നൊന്ന് കേൾക്കാം. മുനിയറ എന്താണെന്ന്. പണ്ടത്തെ മുനിമാരില്ലേ തപസ് ചെയ്തതാണെന്ന്, ഇതിൻ്റെ അകത്തിരും തപസ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തത് ഈ പണ്ടത്തെ വലിയ ആൾക്കാരെ അടക്കാൻ വേണ്ടിയുള്ള മൃതശരീരമല്ലേ, അടക്കാൻ വേണ്ടിയുള്ള. പക്ഷെ എൻ്റെ പ്രത്യേകം എന്താ പറയുക, ഇത്രയും വെയിറ്റുള്ള കല്ല് ആര് പൊക്കി എങ്ങനെ മുകളിൽ വെച്ചു എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാവാത്തത്. അതാണ് മനസ്സിലാവും. അതാണല്ലേ മുനിയറയിലേക്ക്. അതല്ലായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് മേലോട്ട് നടക്കുകയാണ്. ഒരുപാട് കയറ്റം പോലെ ഇല്ല, ചെറിയ നല്ല സുഖമായിട്ട് നടന്നു കയറാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിരുന്നു. ഇടയ്ക്ക് വെച്ചൊരു കാട്ടിൻ്റെ ഒരു ഉള്ളിലേക്കുള്ളൊരു വഴിയുണ്ട്. അപ്പോൾ അതാണോ എന്ന് ഞങ്ങൾക്ക് സംശയം തോന്നി. പക്ഷേ അതല്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ വഴിയൊന്ന് പോയി നോക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ തിരിച്ച് വന്നിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും ഒരു പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലുള്ള മുനിയറ, പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലുള്ളത് കണ്ടു. പക്ഷെ നല്ലത് വേറെ ഉണ്ട്, അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് മുനിയറയിലേക്കുള്ള വഴിയെന്നും പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ആ ബോർഡ് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ലാത്ത നല്ലൊരു കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൊട്ടിപ്പൊളിഞ്ഞ ഇതാണെന്ന് കരുതി ഇത് കണ്ടിട്ടങ്ങ് പോകും. അപ്പം ഞങ്ങൾ ആ ബോർഡ് വെച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് പോവാണ്. അവിടെ അല്ലാത്ത ടൈപ്പ് ഉണ്ട്. ഇത് കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ടോ, നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. അത് ഒരു ശവമഞ്ചരം, ആ ശവങ്ങൾ അടക്കാനുള്ള രീതിയിലുള്ള ടൈപ്പാണ്. അതിൻ്റെ പുറത്ത് ഈ വലിയ പാറക്കഷ്ണമാണ് ഇരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞ പോലെ ഇത് ആരൊക്കെ പൊക്കി വെച്ചെന്ന് അറിയത്തില്ല. അപ്പം അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും നല്ല രീതിയിലുള്ള കാണാമല്ലോ എന്ന് വെച്ച് ഞങ്ങൾ പിന്നെ നടക്കുവാണ്. നടക്കാനൊക്കെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കയറ്റമൊന്നുമില്ല, നല്ല ഒരു അന്തരീക്ഷമായിരുന്നു. പിന്നെ ആരും ഇല്ല, ഒരു സൈലൻ്റ് ആയിരുന്നു. പിന്നെ വന്യജീവികളും കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, കാരണം ഉണ്ടായിരുന്നെങ്കിൽ അവർ പറഞ്ഞേനെ. ഇപ്പം ഇങ്ങോട്ടേക്ക് ആരുമില്ല, ആൾക്കാരൊക്കെ വന്ന് കാണുന്നു മാത്രം. മറയൂർ കാന്തല്ലൂരിൻ്റെ നടുക്ക് ആയിട്ടാണ് ഈ പ്ലേസ് മുനിയറ. അപ്പം നമ്മൾ ആ ബോർഡിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അത് കാണാനായിട്ട്. അപ്പം ചേട്ടൻ പറയുന്നത് നല്ല കറക്റ്റായിട്ടുള്ള സംഭവം അവിടെ ആയിരിക്കും, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പം ലാസ്റ്റ് ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഇതാണ് മുനിയറ. ശരിയാണ്, ചേട്ടൻ പറഞ്ഞ രീതിയിൽ തന്നെ ആ ഒരു ഇതിൻ്റെ മുകളിലിരിക്കുന്നത് വലിയൊരു കല്ലാണ്. അപ്പോൾ അതിനെപ്പറ്റി, മുനിയറയെപ്പറ്റി ഇവിടെ എഴുതിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. ഇത് ശരിക്കും ശവസംസ്കാരത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. പഴനിയിലും ഇതിൻ്റെ സാമ്യമുള്ള വേറെ മുനിയറകളുണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് പാമ്പുണ്ടോ? അയ്യോ, നമ്മൾ നേരത്തെ കണ്ട വഴി ഇതിലെ വഴി അല്ലേ? നമുക്ക് തിരിച്ചങ്ങനെ പോയാലോ? ഇത് ആൾക്കാർ പൊക്കി വെച്ചാണ്. എങ്ങനെ വച്ചെന്ന് ആർക്കും അറിയില്ല. അതെങ്ങനെ ഒറ്റക്കല്ല യേശു, പെട്ടെന്ന് എടുക്ക് ഫോട്ടോ. ഞങ്ങളെ ഫോട്ടോ എടുക്കണോ? അവിടെ പോയി യേശു നിൽക്കാം.
എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. ഭയങ്കര ശാന്തതയാണ്. ചിലപ്പോൾ കുറച്ചു നേരം അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഉള്ളിലൊരു പേടി പോലെ വരും. സത്യം പറഞ്ഞാൽ ഈ ശവസംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഉള്ളിലൊരു വല്ലാത്തൊരു, കാരണം ഭയങ്കര സൈലന്റ് ആണ് അവിടെ, ആൾക്കാരൊന്നും ഇല്ല. പിന്നെ ഭയങ്കരമായിട്ടുള്ളൊരു സൈലന്റ് ഏരിയ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഒരുപാട് നേരം അവിടെ നിൽക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പം നേരത്തെ നമ്മളൊരു വഴി കണ്ടല്ലോ, അങ്ങോട്ടേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നിക്ക് അച്ഛൻ നോക്കിട്ട് കേട്ടോ. നല്ല വഴി. പൂവാണല്ലേ? സിംഗേനെ ബുഫ് കൊടുക്കാൻ അങ്ങോട്ട് ചെന്നാ മതി. ആ കടിക്കും. ഞങ്ങൾ ഉദ്ദേശിച്ച വഴിയിലൂടെയല്ല ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോൾ ആ വഴി കൂടെ ഒന്ന് കയറി നോക്കണം. ആ കാണുന്ന ഒരു അമ്പലമാണ് കേട്ടോ. അപ്പം നമ്മൾ ആ വഴിയൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ എന്താന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ചിങ്ക പൂപ്പ് കൊടുക്കാം. എന്താ അവിടെ എഴുതി വെച്ചിരിക്കുന്നു? KSR ചന്ദനമാണോ? ചന്ദനമാണെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം. അതെ, ഇത് ചന്ദനം. കാതലല്ലേ മണം, പക്ഷെ മണമൊന്നുമില്ല. വെറുതെ ഒന്ന് വന്നു നോക്കാന്ന് വിചാരിച്ചു. പെട്ടടിച്ചു നോക്കിയാത്തോട്ട് ഞങ്ങൾ ആ വഴി കൂടെ കയറി നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മുനിയറ. അവിടെ ഇങ്ങനെയായിരുന്നു. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ചന്ദനമരങ്ങളൊക്കെ ഉണ്ട്, നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് രൂക്ഷമായ കാട് പോലൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളപ്പോൾ കുറച്ച് ഇങ്ങോട്ട് കയറി നോക്കിയപ്പം കണ്ട മുനിയറയാണിത്. ഇവിടെയൊക്കെ ഉള്ളിലോട്ടൊക്കെ കയറി നോക്കിയാൽ മുനിയറകളൊക്കെ കാണുമായിരിക്കും. പക്ഷെ ഇച്ചിരി പേടിപ്പിക്കുന്ന രീതിയിലുള്ള അന്തരീക്ഷം. അതാണ് ടോയ്ലറ്റ് സൗകര്യം. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നത് അച്ചാർ പരീക്ഷിക്കാനാണ്. അവിടെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അച്ചാർ ഹോംമെയ്ഡ് പിക്കിൾസ് എന്നും പറഞ്ഞ് അവർ ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്ന് നിൽക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ. എന്താന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇതും കൂടെ എടുത്തു നോക്കുവാണ്. ഇത് നമ്മളിവിടെ മലനെല്ലിക്ക എന്ന് പറയും. മലനെല്ലി എന്ന് പറയും. നമ്മള് കുടിച്ചെന്ന് അവരുടെ അടുത്ത് മേടിച്ചിട്ട് വരുന്നതാണ്. ഫുൾ ബോട്ടിലായിട്ട് ഇരിക്കുന്ന ഇവിടെ വെച്ചേക്കുന്നത്. നമ്മള് പോകാൻ വേണ്ടി റെഡി ആവുമായിരുന്നു. 100 രൂപ. ഇത് മൊത്തം 100 രൂപയാണ്. ഇത് മാത്രം ഫിഷ് ആണ്. ഇതിന് മാത്രം 120 ആണ്. 120. 90 ദിവസം വെക്കാം അല്ലേ? അതെ, 3 മാസം വരെ നമുക്ക് എക്സ്പയറി ഉണ്ട്. നമുക്ക് പൈനാപ്പിൾ മാത്രം 1 മാസത്തേക്കുള്ളൂ, കാരണം പഴമായതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ പിക്കിളൊക്കെ സെലക്ട് ചെയ്തു, ടേസ്റ്റും ചെയ്തു. 2 ടൈപ്പ് പിക്കിൾ വാങ്ങി. ഒന്ന് ക്യാരറ്റും ഒന്ന് മാംഗോയും. ക്യാരറ്റ് നല്ല അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേറെ ഒരുപാട് ടൈപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് 2 മാത്രമേ വാങ്ങിച്ചുള്ളൂ. അതിനുശേഷം നമ്മൾ മറയൂരിലേക്കാണ് പോകുന്നത്. മറയൂർ വന്ന് ഫസ്റ്റ്
ഫസ്റ്റ് തന്നെ പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സിന് വിലക്കുറവുണ്ടെങ്കിൽ പാഷൻ ഫ്രൂട്ട്, വേറെ ഒന്നും വാങ്ങിയില്ലെങ്കിലും പാഷൻ ഫ്രൂട്ട് വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞ തവണ കയറി അതേ കടയിൽ തന്നെ ഞങ്ങൾ കയറി. പാഷൻ ഫ്രൂട്ടിന് വില കുറവുണ്ട്. അവിടെ നമ്മുടെ എറണാകുളത്ത് 220 രൂപയാണെങ്കിൽ ഇവിടെ 120 രൂപ, 100 രൂപ വ്യത്യാസമുണ്ട്. അങ്ങനെ ഞങ്ങൾ അതും കുറച്ച് വാങ്ങിച്ചു. അവിടുത്തെ തന്നെ നല്ല വിശപ്പ് വൈകുന്നേരം ആയാലും അപ്പം അവിടെ നിന്ന് തന്നെ ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ചിട്ട് അതിനുശേഷം ഞങ്ങൾ മൂന്നാറിലേക്ക് പോയി. മൂന്നാറിൽ നിന്ന് കുറച്ച് പർച്ചേസ് ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഫുഡ് കഴിക്കാനിരുന്നിടത്ത് ഒരു ചേട്ടനെയൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അപ്പം ഞങ്ങളുടെ പിന്നീടുള്ള യാത്രയും മൂന്നാറിലെ വിശേഷങ്ങളും ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.